ഇപ്പോൾ നസർ കൊളായി തുടരുകയാണ്. താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഗവർണർ ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകിയതിന് ശേഷം KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളെക്കുറിച്ച് നമ്മൾ തൽക്കാലം ശ്രദ്ധിക്കേണ്ടതില്ല. ഇവർ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു നേരിയ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ നാസർ? താങ്കൾ പറയുന്നത് അപൂർവമായിട്ട് എനിക്ക് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്കിലും താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സമരരംഗത്ത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കാണുന്നില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാസർഗോഡ് കോളേജിലെ സംഭവത്തെക്കുറിച്ച് ശബ്ദത്തിൽ ഞാൻ കേട്ടില്ലെങ്കിലും ദൃശ്യത്തിൽ ഞാൻ കാണുകയുണ്ടായി. അവിടെ ആ ABVP-ക്കാരെ പ്രതിരോധിക്കാൻ SFIയുടെ ചെറുപ്പക്കാര് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രശ്നം മാത്രമല്ല. ഇന്നലെ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കം VC-ക്കെതിരെ ആരാണ് ഈ VC? കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവാണ് ഈ VC. അദ്ദേഹം ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കം യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരാ അതിനെ എതിർക്കുന്നത്? സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങൾ മാത്രമാണ് VC എതിർക്കുന്നത്. അതേ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ എതിർക്കുന്നില്ല, കോൺഗ്രസിന്റെ അംഗങ്ങൾ എതിർക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗവർണർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അതിനെതിരെ ഇടതുപക്ഷം പോരാടുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ മൗനം പാലിക്കുകയാണ്. ആ മൗനത്തിലൂടെ അവർ RSSന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ എന്റെ മുമ്പിലെ TV-യിലെ സ്ക്രീനിൽ കാണുന്നത് SFIയുടെ കുട്ടികൾ ABVP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ KSU-ക്കാരന് ഈ രംഗത്തുണ്ടോ? KSU-ക്കാര് ഈ വിവരം തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു പ്രതിഷേധം 47 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ചെങ്കോട്ടയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പതാക ഉയർത്തുമ്പോ 10,000-കണക്കിന് ആൾക്കൂട്ടം അവിടെ ഉണ്ട്. അവര് തെരഞ്ഞത് ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല. ആരാണ് അയാൾ? മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം കൽക്കട്ടയുടെ തെരുവീതികളിലാണ്. അവിടെ നിന്ന് ആ വിഭജനത്തിന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങി വന്ന് ഡൽഹിയിലെത്തിയപ്പോ ആ പ്രാർത്ഥനാ മന്ദിരത്തിന്റെ മുറ്റത്ത് വെച്ച് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന RSS എന്ന് പറയുന്നു. അവര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ അവർ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കുന്നുണ്ടോ? ജനഗണമനയെ അംഗീകരിക്കുന്നുണ്ടോ? ജനഗണമനയെ കുറിച്ച് ശശികല ടീച്ചറൊക്കെ പ്രസംഗിക്കുന്ന എന്താണ്? അത് ബ്രിട്ടീഷ് രാജാവിനെ പുകഴ്ത്തുന്നതിന് വേണ്ടിയാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ളത് എന്നാ പറഞ്ഞത്. അതിനവർ പറഞ്ഞ കാരണമാണ് രസകരം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ജനഗണങ്ങളുടെ മനസ്സിലുള്ള അധിനായകൻ ജയിക്കട്ടെ. അധിനായകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, ഭാരതാംബ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ജനഗണമന ദേശീയ ഗാനമല്ല പറഞ്ഞേ. ഇവരുടെ ഭാരതാംബയുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ ദേശീയ പതാകയാണോ? ഇവരുടെ ഭാരതാംബയുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ ദേശീയ പതാകയല്ലോ. ഗവർണറുടെ വീട്ടിൽ വെച്ച് സൽക്കരിക്കുമ്പോ ഒരു പ്രത്യേക രൂപത്തിലുള്ള വേഷം ധരിച്ച ഒരു സ്ത്രീ അവര് RSSന്റെ കൊടി പിടിച്ചു നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്, ഈ ചടങ്ങിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, പുറത്തേക്ക് പോരുക. എന്നാൽ ഇതിനെ അനുകൂലിച്ചിട്ടാണോ ഇവിടുത്തെ കോൺഗ്രസ് VD സതീശനടക്കം രംഗത്ത് വന്നിട്ടുള്ളത്? മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്? അവർ RSSന്റെ കൂടെ മൗനമാചരിച്ച് നിൽക്കുകയാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം 1947 ആഗസ്റ്റ് 15-നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന അഭിപ്രായക്കാരാണ് അവര്. മറിച്ച് 2014 BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞത്. മാത്രമല്ല RSSന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞ എന്താണ്? രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്ന 2024 ജനുവരി 22-നാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങയിലേക്ക് തിരികെ എത്താം.